അടുത്ത വർഷം നടക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ കുറച്ച് ആഗ്രഹങ്ങൾ ഈ ബുക്കിന്റെ ചട്ടയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ബുക്ക് ചൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ എത്ര സാഡ് ആയിരിക്കുകയാണെങ്കിലും എന്റെ മൈൻഡ് ഓക്കെ ഇല്ലാതെ തോന്നുകയാണെങ്കിലും ഞാൻ ഈ ഒരു ബുക്കാണ് വായിക്കുക. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാനത് എടുത്തു നോക്കുന്ന ഒരു ബുക്കാണ്. സോ ഇതിന്റെ ചട്ടയിൽ ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ വിഷയസിൽ ഏതെങ്കിലും 2 നടന്നാൽ പോലും അടുത്ത വർഷം ഇതേ ഡേറ്റിൽ, അതായത് 2026 ഡിസംബർ 30 ഞാൻ എന്തായാലും ഒരു വീഡിയോ ഇടും. അതേപോലെ തന്നെ നമ്മുടെ 12 ഗ്രേസ് ട്രഡീഷൻ, ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ് 12 മുന്തിരി ഒരു ടേബിളിന്റെ അടിയിൽ ഇരുന്ന് കഴിച്ചു വെച്ചിട്ട് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നടക്കുമെന്നുള്ളത്. സംഭവം ഇതിന്റെ പുറകെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം 12 മുന്തിരി എന്ന് പറയുന്നത് ഓരോ മന്തിരിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ മുന്തിരി നമ്മൾ കഴിക്കുമ്പോഴും ഓരോ വിഷസ് പറഞ്ഞുകൊണ്ടായിരിക്കും കഴിക്കുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ 2026 കഴിയുന്നവരെ നമ്മൾ എവിടൊക്കെ മുന്തിരി കണ്ടു കഴിഞ്ഞാൽ അത് ഉണക്കമുന്തിരി ആണെങ്കിൽ പോലും അത് നമ്മളിങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അന്ന് ഇന്നെ ഡ്രീംസ് അല്ലെങ്കിൽ ഇന്നെ വിഷസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 2026 അച്ചീവ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളത് അത് നമ്മളിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു തരത്തിലുള്ള മോട്ടിവേഷൻ ആണെന്ന് പറയാം. നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും, റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതൊരു കണക്കിന് നല്ലതല്ലേ. 12 വിഷയത്തിൽ ഒരു 4 നടന്നാൽ തന്നെ അതന്നെ വലിയ കാര്യമല്ലേ.